18 ദിവസം നീണ്ടുനിന്ന ബഹിരാകാശ നിലയത്തിലെ ദൗത്യം പൂർത്തിയാക്കി ശുഭാംശു ശുക്ല ഉൾപ്പെടുന്ന 4 അംഗ സംഘം ആക്സിയം 4 സംഘം ഇന്ന് ഭൂമിയിൽ എത്തും. ഇന്ന് വൈകിട്ട് 3 മണിക്ക് ശേഷം കാലിഫോർണിയ തീരത്തിന് സമീപം പസഫിക് സമുദ്രത്തിൽ ഡ്രാഗൺ പേടകം വീഴും. നേരത്തെ നിശ്ചയിച്ച 60 പരീക്ഷണങ്ങളും പൂർത്തിയാക്കിയാണ് ചരിത്ര സംഘത്തിന്റെ മടക്കം. വിവരങ്ങളുമായി ഉമേബാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഉമേബാൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു ചരിത്ര യാത്ര ഇതാ തിരിച്ചെത്തുന്നു. വളരെ വലിയ നേട്ടങ്ങൾക്കൊടുവിൽ നമ്മളെയൊക്കെ അഭിമാനത്തിന്റെ നെറുകയിലെത്തിച്ച് ശുഭാംശു ശുക്ല വരുന്നു. വിശദവിവരങ്ങൾ എന്തൊക്കെ? മോദി, ഗുഡ് മോർണിംഗ്. ഏതായാലും മോദി സൂചിപ്പിച്ച പോലെ തന്നെ ആ ചരിത്ര ദൗത്യത്തിന് ഇനി കുറച്ച് നേരങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. കാരണം ആക്സിയം 4 ദൗത്യം അത് വിജയകരമായി പൂർത്തിയാക്കി. ശുഭാംശു ശുക്ലയും പെഗി വിൽസണും ഉൾപ്പെട്ട 4 അംഗ സംഘം അവർ സഞ്ചരിച്ച ക്രൂ ഡ്രാഗൺ പേടകം കാലിഫോർണിയ തീരത്തിനടുത്തുള്ള പസഫിക് സമുദ്രത്തിലേക്ക് വൈകിട്ട് 3:01 ലാൻഡ് ചെയ്യുക എന്നുള്ള വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. നമ്മളെ രാജ്യത്തെ സംബന്ധിച്ച്, ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ ഇന്നലെയാണ് ഈ ഡ്രാഗൺ പേടകത്തിന്റെ അൺഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാകുന്നത്. വൈകിട്ട് 4:45 ആ അൺഡോക്കിംഗ് പ്രക്രിയ നടന്നത്. ശരിക്കും 10 മിനിറ്റ് വൈകിയാണ് ആ പ്രക്രിയ നടന്നത്. കാരണം ആശയവിനിമയത്തിലെ ചില തകരാറുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൂർത്തിയാക്കി കൃത്യമായിട്ട് ആ സഞ്ചാരപഥത്തിൽ അവർ എത്തിയിരിക്കുന്നു. ആ യാത്ര ഇന്ന് വൈകിട്ട് 3:01 ഈ പസഫിക് സമുദ്രത്തിലേക്കാണ് അവർ ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഈ മണിക്കൂറിൽ 22 കിലോമീറ്റർ വേഗതയിലാണ് ഈ പസഫിക് സമുദ്രത്തിലേക്ക് ഡ്രാഗൺ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്യുക. അപ്പോൾ തന്നെ ഇവരെ സ്പേസ് എക്സിന്റെ കപ്പലിലേക്ക് മാറ്റുന്നു. അതിനുശേഷം അവരെ ടെക്സസിലെ ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് മാറ്റുന്നു, USA മാറ്റുന്നു. അവിടെ ഒരാഴ്ച ഇവർ നിരീക്ഷണത്തിലായിരിക്കും എന്നുള്ളതാണ്. ഒരു പ്രത്യേക മെഡിക്കൽ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരിക്കും ഈ 4 അംഗ ദൗത്യ സംഘം. അതിനുശേഷമായിരിക്കും ശുഭാംശു ശുക്ല ഇന്ത്യയിലേക്ക് മടങ്ങിയെത്താം. എന്തായാലും ഈ പേടകത്തിന്റെ യാത്രയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സ്വയം നിയന്ത്രിതമായിട്ടുള്ള ഒരു യാത്രയായിരിക്കും ഇനി പേടകത്തിൻ്റെത്. അതുമാത്രമല്ല പ്രതികൂല കാലാവസ്ഥകളെയൊക്കെ അതിജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഓരോ ഘട്ടത്തിലും വളരെ സൂക്ഷ്മമായിട്ടുള്ള യാത്രയായിരിക്കും ഈ പേടകം നടത്തുക എന്നുള്ളതാണ്. എന്തായാലും ഈ ബഹിരാകാശ നിലയത്ത്, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ആയി മാറുകയാണ് ശുഭാംശു ശുക്ല. എന്തായാലും ആക്സിയം 4 ദൗത്യം അവിടെ 433 മണിക്കൂറാണ് ബഹിരാകാശ നിലയത്തിൽ ഇവർ ചെലവഴിച്ചത്. 288 തവണ ഭൂമിയെ വലവെക്കുകയും ചെയ്തു. എന്തായാലും ജൂൺ 26 ഇവർ പോയത്. അങ്ങനെ 18 ദിവസത്തിന് ശേഷം 60ഓളം പരീക്ഷണങ്ങളൊക്കെ പൂർത്തിയാക്കി വളരെ വിജയകരമായിട്ട് തന്നെ ആ ആക്സിയം 4 ദൗത്യം പൂർത്തിയാക്കി. ഇന്ന് വൈകിട്ട് 3:01 അവർ ലാൻഡ് ചെയ്യുകയാണ്.